ദശരഥൻ്റെ മനോവ്യത. ശ്രീരാമൻ്റെ വനവാസം ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയത്തെ അത്യന്തം ദുഃഖത്തിലാഴ്ത്തി. കൈകേയിക്ക് നൽകിയ വരങ്ങളുടെ ഫലമായി സ്വന്തം മകനെ വനത്തിലേക്ക് അയക്കേണ്ടി വന്നത് അദ്ദേഹത്തെ മാനസികമായി തകർത്തു. രാമവിരഹം സഹിക്കാനാകാതെ അതിതീവ്രമായ മനോവേദനയിൽ ധർമ്മനിഷ്ഠനായ ദശരഥൻ ജീവൻ വെടിഞ്ഞു. മഹർഷിമാർ അന്ത്യകർമ്മങ്ങൾ യഥാവിധി നിർവഹിച്ചു. ദശരഥൻ്റെ ചരമഗതി വാക്കുപാലിക്കലിൻ്റെയും പിതൃസ്നേഹത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും ഗൗരവം ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ദീർഘകാല ഫലങ്ങളെക്കുറിച്ച് വിവേകത്തോടെ ചിന്തിക്കണം. സത്യവും വാക്കുപാലിക്കലും കരുണയും വിവേകവും ചേർത്ത് മാത്രം പ്രായോഗികമാക്കിയാൽ ഉത്തമമായിരിക്കും. ഓരോ പ്രവൃത്തിക്കും ഫലമുണ്ടെന്ന കർമ്മസത്യം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. കുടുംബസ്നേഹവും പരസ്പര വിശ്വാസവും തകരുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും വലിയ ദുഃഖങ്ങൾ ഉണ്ടാകാം. ഇന്നത്തെ യുവതലമുറയും നാളത്തെ സമൂഹവും ധർമ്മം, സ്നേഹം, ആത്മനിയന്ത്രണം, ഉത്തരവാദിത്വം എന്നിവ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായി കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്.